ലാലൂർ ദേവസ്ഥാനമേ അഭയം. കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം. നമസ്കാരം, ലാലൂർ ദേവസ്ഥാനം എന്നാണ്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ്. ദക്ഷിണേക്കാളുപരി സ്റ്റേറ്റ്മെൻറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് സ്വാമി എപ്പോഴും പറയേണ്ടത്. അതെന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുള്ള എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പലർക്കും പല രീതിയിൽ. അപ്പോൾ എൻ്റെ ഒരു ഭാഷയാണ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമ്മുടെ ഇവിടെ നിന്ന് ഒരു കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ സ്വാമിക്ക് കൊടുക്കാനുള്ളത് സ്വാമിക്ക് കൊടുക്കുക. എനിക്ക് ദക്ഷിണ, ഞാൻ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എന്നോട് പറയുന്നു, ഞാനത് സ്വാമിയോട് പറയുന്നു, നിങ്ങളും പറയുന്നു. അതിൻ്റെ ഒരു പ്രത്യുപകാരമായിട്ടായിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവുക. നിങ്ങൾ ഇവിടുന്ന് ലാലൂർ ദേവസ്ഥാന മൂർത്തികൾ കൊണ്ടാണ് നിങ്ങൾ നടന്നിട്ടുള്ളത് എങ്കിൽ സ്വാമിക്ക് കൊടുക്കാനുള്ളത് സ്വാമിക്ക് കൊടുക്കുക. എനിക്ക്, അതായത് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പ്രാർത്ഥന ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ദക്ഷിണ കാര്യങ്ങളൊന്നും നിർബന്ധമില്ല. ദക്ഷിണ തന്നാൽ വാങ്ങിക്കില്ല എന്നല്ല, ദക്ഷിണ നിർബന്ധമില്ല. എനിക്ക് സ്റ്റേറ്റ്മെൻറ്റാണ് ആവശ്യം. അതായത് എൻ്റെ ആവശ്യം ലാലൂർ ദേവസ്ഥാന മൂർത്തികളെ ലോകത്തിൻ്റെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതായത് അവരുടെ കീർത്തി, കരിങ്കുട്ടി സ്വാമിയുടെ പ്രാധാന്യം, ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള കരിങ്കുട്ടി സ്വാമി, അതായത് നമ്മൾ വിളിക്കുമ്പോഴേക്കും ചോദിക്കുമ്പോഴേക്കും തരുന്ന കരിങ്കുട്ടി സ്വാമി എന്നൊരാൾ, എന്നൊരു ഭഗവാൻ ലോകത്തിൽ ലാലൂർ, തൃശ്ശൂർ, കേരളത്തിലെ തൃശ്ശൂർ എന്ന സ്ഥലത്തുനിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നും ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഏകദേശം 2.5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ലാലൂർ IM സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ഉണ്ട് എന്നുള്ളത്, ദേവസ്ഥാനത്ത് വരാതെ തന്നെ സ്വാമിയെ വിളിച്ചാൽ സ്വാമി കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്തു തരും എന്നുള്ള പൂർണ്ണ വിശ്വാസം ജനങ്ങളിലേക്ക് എത്തിക്കുക, ജാതി മതഭേദമെന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു കർമ്മമാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അതായത് സ്വാമിയുടെ പേരും പ്രശസ്തിയും, ലളിതമായിട്ട് പറഞ്ഞാൽ സ്വാമിയുടെ പേരും പ്രശസ്തിയും ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക. അതിനെന്ത് വേണം? ഞാനിവിടെ കിടന്ന് വരുത്തും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് ഏതെങ്കിലും ആദ്യത്തെ ഒരാൾക്കൊരു ഗുണമുണ്ടായത് സ്റ്റേറ്റ്മെൻറ്റ് തന്നതുകൊണ്ടാണ്. അത് വീഡിയോ ഇട്ടിട്ടായിരിക്കാം. വേറെ അതിന് പിന്നാലെ മുമ്പേ ഗമിച്ചിടും ഗോക്കളുടെ പിന്നാലെ ഗമിച്ചിടും ഗോക്കളെല്ലാം എന്നുള്ളൊരു തത്വമില്ല. അതൊക്കെ തന്നെയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. സ്വാമി ഒരാൾക്കൊരു ഉപകാരം ചെയ്തു കൊടുത്തു, അത് അവർ യൂട്യൂബിൽ വന്ന് പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് ഓരോരുത്തരും സ്വാമിയുടെ അടുത്തേക്ക് അനുഗ്രഹത്തിനായിട്ട് വന്നു. സ്വാമി ആ അനുഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്തു? അവർക്ക് കൊടുത്തു. അവരും ഇതുപോലെ വീഡിയോകൾ ഇട്ടു. അതിലൊരു വീഡിയോ ആയിരിക്കാം നിങ്ങളെ ലാലൂർ ദേവസ്ഥാനത്തേക്ക് എത്തിച്ചത്. ശരിയാവും അല്ലേ? നിങ്ങൾ അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് സ്വാമിയുടെ കീർത്തി നിങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രവണത അല്ലെങ്കിൽ ആ ഒരു പ്രയത്നത്തിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ലാലൂർ ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം കൊണ്ടാണ് നടന്നിട്ടുള്ളതെങ്കിൽ സത്യസന്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യങ്ങളാണ്. അതിന് സ്വാമീനെ പൊന്തിച്ചു വയ്ക്കുക, ലാലൂർ ദേവസ്ഥാന മൂർത്തികളെ പൊന്തിച്ചു വയ്ക്കുക, ലാലൂർ ദേവസ്ഥാനത്തിനെ വലിയ അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു സിനിമ നടന്നപ്പോൾ കണ്ടില്ലേ എന്തായിരുന്നു അതിൻ്റെ ആ ഒരു തള്ളിച്ചും ആ ഹൈപ്പും ഇതൊക്കെ. അപ്പോൾ ഹൈപ്പ് ഉണ്ടാക്കുക. അങ്ങനെ ഹൈപ്പൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇവിടുത്തെ ചിലവരുണ്ട് സ്വാമിയുടെ അനുഗ്രഹം. ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ മാന്ത്രികനോ അല്ലെങ്കിൽ നിങ്ങൾ മാജിക്കോ ഒന്നും കാണിക്കുന്നില്ല. ഞാൻ എന്താണ് ചെയ്യുന്നത്? സ്വാമിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു. ആ പരിചയപ്പെടുത്തുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെയാണ്. സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ പരിചയപ്പെടുത്തുമ്പോൾ പിന്നെ എന്നോട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ അത് കൃത്യമായിട്ട് മറുപടി വരും. അത് ഇന്നേ വരെ ഒരാളുടെ ഫോൺ എടുക്കാതിരുന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞാൻ ഇന്നേ വരെ ഒരാളുടെ ഫോണും എടുക്കാതിരുന്നിട്ടില്ല. നേരം വൈകിട്ടുണ്ടാവാം. അതായത് കൂടുതലും അന്ന് രാത്രിക്കുള്ളിൽ രാത്രി കിടന്നുറങ്ങുന്നതിനേക്കാളും മുൻപ് തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഞാൻ ഒറ്റയ്ക്കാണ് ലാലൂർ ദേവസ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ്. എല്ലാം എവരിത്തിങ്, മാല കെട്ടുന്നത്, വിളക്ക്, നെയ്യ്, എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ട് എനിക്ക് സമയപരിധി ഉണ്ട്. ഒരാൾക്ക് 24 മണിക്കൂറല്ലേ ഉള്ളൂ. ആ 24 മണിക്കൂറിന് 54 മണിക്കൂറിൻ്റെ കർമ്മം ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ലല്ലോ. അപ്പോൾ കൂടുതൽ പ്രാമുഖ്യം സ്വാമിക്കാണ്. അത് കഴിഞ്ഞിട്ടുള്ള സമയം മറ്റുള്ള ഭക്തർക്ക്, സ്വാമിയുടെ ഭക്തർക്ക് വേണ്ടിയിട്ട് ഞാൻ ചിലവഴിക്കുന്നു. എൻ്റെ 24 മണിക്കൂറും സ്വാമിക്ക് വേണ്ടി. കുറച്ച് നേരം ഞാൻ കിടന്നുറങ്ങുന്നത് ഒഴിച്ച് ബാക്കിയുള്ള സമയം മുഴുവൻ സ്വാമിക്കും, സ്വാമിനെ
സേവിക്കുന്ന ഭക്തർക്കും വേണ്ടിയിട്ടാണ് എൻ്റെ സമയം മുഴുവൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഒരു മാജിക്കും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സ്വാമീനെ പരിചയപ്പെടുത്തുന്നു. സ്വാമീനെ എങ്ങനെ ജപിക്കണം, എങ്ങനെ സ്വാമിയുടെ അടുത്ത് കാര്യങ്ങൾ പറയണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നു. അതായത് ഇന്ന് 2-ാം തീയതി, ഇന്ന് 31-ാം തീയതിയാണല്ലേ, മാർച്ച് 31-ആണ്. ഇന്ന് കാലത്ത് തന്നെ ഒരു വയനാട്ടിൽ നിന്നൊരു സുബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഓട്ടോ ഡ്രൈവറാണ്. അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ആൾക്ക് നിവർത്തിച്ചു കൊടുത്ത ആൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ശരിയാണെന്ന് തോന്നുന്നു. അതൊക്കെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് പറയണത്. ആൾക്കാർ കുറേ നാളായില്ല, ഒരു ദിവസം എന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പോൾ വാട്സാപ്പിലൊന്നും കിട്ടാത്തത് കൊണ്ടാണ് നേരിട്ട് ഇന്ന് പുലർച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 8:30-ക്ക് ശേഷം ഞാൻ ഇരിക്കുള്ളൂ. ഇദ്ദേഹം വന്ന സമയത്ത് പൂജയുടെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ നേരത്തെ ഇവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആൾ പറയണത്, ഞാൻ ഒരു ഭണ്ണാരത്തിൽ, അതായത് അവർ പൈസ ഇട്ട് വയ്ക്കുന്ന ഒരു ചെപ്പിലായിരുന്നു. ആ ചെപ്പ് എടുത്തു, അതിൽ നിറച്ച് ചില്ലറയും കുറേ നോട്ടുകളൊക്കെ ആയിട്ടുണ്ടായിരുന്നു, സമർപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെന്തത്, ഞാൻ പറഞ്ഞ സ്വാമിക്ക് വല്ലതും കാര്യങ്ങൾ നടത്തിയതാണ്. ഇത്ര നേരം താങ്കൾ പറഞ്ഞത് ഒന്നും നടന്നിട്ടില്ല, ഒരു കാര്യം നടക്കണില്ല, എനിക്ക് ആകെ പ്രശ്നങ്ങളുടെ മുകളിൽ പ്രശ്നങ്ങളാണ്. അപ്പോൾ ആളെ കണ്ടകശേനി കഴിഞ്ഞ ദിവസം തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടകശേനിയാണ്. അപ്പോൾ ആൾ പേടിച്ചിരിക്കുകയാണ്, കണ്ടകശേനി സ്വാമിയെ കൊണ്ടേ പോവുള്ളൂ അല്ലേ എന്ന്. അത് ആരാ പറഞ്ഞത് കണ്ടകശേനി കൊണ്ടേ പോവുള്ളൂ എന്ന്? അത് മുഴുവൻ കേൾക്കാത്തതുകൊണ്ടാണ്. കണ്ടകശേനി കൊണ്ടേ പോകൂ എന്നുള്ളത് അതിൻ്റെ പിന്നിലൊരു വാക്കും കൂടി ഉണ്ട്. ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ കണ്ടകശേനി കൊണ്ടേ പോവുള്ളൂ. മനസ്സിലായ? അല്ലാണ്ട് കണ്ടകശേനി കൊണ്ടുപോകുന്നില്ല. കണ്ടകശേനി എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ്. സ്വാമി എന്തെങ്കിലും തന്നത് ഇരട്ടി തരും, അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടില്ല. അതായത് 100 രൂപ തന്നാൽ 100 രൂപ നമ്മുടെ കയ്യിലുണ്ടാവും, നഷ്ടപ്പെടില്ല. അതാണ് കണ്ടകശേനിയുടെ ഏറ്റവും വലിയത്. കണ്ടകശേനിയാണ് ഏറ്റവും നല്ലത്. അതായത് ഞാനിത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഇത്രയും ആധികാരികമായിട്ട് പറയണത്. കണ്ടകശേനി കാലത്ത് ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തുക, കണ്ടകശനി സമയത്ത് ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തുക. ശനി ഭഗവാൻ നമ്മുടെ കൂടെയാണ്. ഇതെല്ലാവരോടും പറയണത്. മാർക്കണ്ഡേയന് എന്തുണ്ടായത്? ആൾ മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ ആൾ ശിവനെ പോയി കെട്ടിപ്പിടിച്ചു. ശിവനെ വല്ലവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മഹേശ്വരൻ്റെ മുകളിൽ വല്ലവരും ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും കരിങ്കുട്ടി സ്വാമിയുടെ മുകളിൽ ആരും ഇല്ല. പിന്നെ മഹേശ്വരനാണ്. മഹേശ്വരി ഈ വക കാര്യങ്ങളൊന്നും ഏറ്റെടുക്കില്ല. അതിന് വേണ്ടിയിട്ടാണല്ലോ ഇവരെ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചിട്ട് ഇറക്കിയിട്ടുള്ളത്. അയ്യപ്പസ്വാമി, ശാസ്താവ്, ഇവരൊക്കെ ശാസ്താക്കളുടെ ഗണത്തിൽ പെട്ടിട്ടുള്ളത്. ഹനുമാൻ സ്വാമി, ഇവരൊക്കെ ഈ ഒരു ശനി ഭഗവാന്റെ പട്ടികയിൽ പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എനിക്കിതൊക്കെ വന്നപ്പോഴാണ് ഞാൻ ശനി ഭഗവാനെ ഞാൻ ചെന്ന് കെട്ടിപ്പിടിച്ചു, എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒതുക്കിയതെന്ന്. അതന്നെയല്ലേ നിങ്ങളോടും പറയണേ. നിങ്ങൾ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചവരൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുമുണ്ട് ലാലൂർ അവസാനത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ സുബി ഇതെടുത്തു വന്നു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല ഞാൻ വേറൊരു വലിയൊരു ക്ഷേത്രത്തിലേക്ക് ഒഴിഞ്ഞു വെച്ചതാണ്. അപ്പം എന്താ ഇവിടെ തരണേ? അല്ല ഞാനത് അവിടേക്ക് ഒഴിഞ്ഞു വെച്ചു, അവിടെ കാര്യങ്ങളും നടന്നില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ഇതില്ല. ഞാൻ പറഞ്ഞു, അവിടെ 51 കർമ്മം ഒക്കെ ചെയ്തു എന്ന് പറയണോ? അപ്പം ഞാൻ പറഞ്ഞു, അവിടെ കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ, എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണില്ല. ഞാൻ സ്വാമീനെ ഭജിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 6 മാസം കണ്ടായി, എനിക്ക് ഇന്നാണ് വരാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ കണ്ടകശനി തീർന്നു. കണ്ടകശനി നല്ല സമയമായതുകൊണ്ടാണ് താങ്കൾക്ക് ലാലൂരിലേക്ക് എത്താൻ പറ്റിയത്. ശരിയല്ലേ? കണ്ടകശനി മോശമാണെന്ന് വിചാരിച്ചിരിക്കുന്നവർക്കാണ് അത് മോശം. നല്ലതാണെന്ന് വിചാരിക്കുന്നവർക്ക് ഇത്രയും കാലമായിട്ട് നടക്കാത്ത ഒരു കാര്യം കണ്ടകശനി കാലഘട്ടത്തിൽ നടന്നപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആൾക്ക് ഇന്ന് വരാൻ പറ്റി. 3 ദിവസമായിട്ടുള്ള കണ്ടകശനി കഴിഞ്ഞിട്ട് 29-ാം തീയതിയാണ്. അപ്പോൾ കണ്ടകശനി നല്ലതാണോ പൊട്ടയാണോ? ആളെ സംബന്ധിച്ച് ആൾ കുറേ കാലമായി ഇന്ന് എൻ്റെ അടുത്ത് വിളിക്കണു, സ്വാമി എനിക്ക് വരാൻ പറ്റണില്ല. എന്നിട്ട് ഇന്ന് കാലത്ത് പുലർച്ചയ്ക്ക് വന്നിട്ടുണ്ട് ബസ്സിന്, ട്രാൻസ്പോർട്ടിൽ വന്ന് ഇറങ്ങി അവിടുന്ന് ഓട്ടോ വിളിച്ച് ഇവിടേക്ക് എത്തി. അപ്പോൾ കണ്ടകശനി നല്ലതാണോ പൊട്ടയാണോ? അപ്പോൾ കണ്ടകശനി നല്ലതാണ്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, കാര്യങ്ങൾ നടന്നിട്ടില്ല, പിന്നെ എന്തിനാണ് സമർപ്പിക്കണമെന്ന് ചോദിക്കുമ്പോഴാണ് ആൾ പറയണത്. അപ്പം ഞാൻ ഉടനെ പറഞ്ഞു, ആ പൈസ അവിടെ കൊണ്ടു കൊടുക്കും, നിങ്ങൾ എവിടേക്കാണ് നടന്നിട്ടുള്ളത് അവിടെ കൊണ്ടു കൊടുക്കും, നിങ്ങൾക്ക് നടക്കാത്തതിൻ്റെ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ ഒരു ഭഗവാനെ വിളിക്കുക. അത് ഞാൻ ഭരരുചിയുടെ ഒരു എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെ സഹോദരനെ കാണാൻ പോയപ്പോൾ ആള് ഒരു ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഭരരുചി മറ്റേ ആൾ എന്ത് ചെയ്തു, ഒരു കുഴി കുത്തി. പേരിലൊക്കെ ചിലപ്പോൾ മാറ്റം ഉണ്ടാവട്ടെ, ഇതെല്ലാം ഓർത്ത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. എനിക്ക് വയസ്സ് 53 അപ്പോൾ അതൊക്കെ ഐതിഹ്യമാല എടുത്ത് നോക്കിയാൽ അവരുടെ കഥ കേട്ടാൽ മനസ്സിലാവും. അല്ല പൂർണ്ണമായിട്ട് ഇനി അയ്യോ ഇതെന്താ ആ പേര് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആരും വരണ്ട. അപ്പോൾ പേരുകളൊക്കെ ചിലപ്പോൾ പറ്റൂല. അപ്പോൾ ആൾ കുഴി കുഴിച്ചു.
പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ മറ്റേ മഹാവിഷ്ണുവിനെ ഭേദിക്കാം. അപ്പോൾ വേറൊരു കുഴി കുഴിച്ചു, ഇയാൾ വേറൊരു കുഴി കുത്തി. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ഉച്ച വരെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് സഹോദരൻ വന്നപ്പോൾ നീ എന്താ ഇവിടെ കുഴികൾ കുത്തി വെച്ചിട്ടുള്ളത്? ഞാൻ കുറേ കുഴി കുത്തി, ഒന്നിലും വെള്ളം കണ്ടില്ല. അപ്പോഴാണ് ആൾക്ക് മനസ്സിലായേ കാലത്തൊട്ട് ഇദ്ദേഹം കുറേ ഭഗവാന്മാരെ വിളിക്കാൻ പോകണം. ഏതെങ്കിലും എല്ലാ ഭഗവന്മാരും ഒന്നാണ്. അപ്പോൾ എല്ലാ ഭഗവന്മാരെയും പൂജിച്ചിട്ടും വെള്ളം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കുഴിയിലാണ് വെള്ളം കിട്ടുള്ളൂ അല്ലേ? ആ ഒരു കുഴി ഒന്നായിട്ട് കുത്തിയ വെള്ളം കിട്ടുന്നതാണ് അതിൻ്റെ ഇത് ആൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ഏത് ഭഗവാനെയാണ് വിളിക്കുന്നത് ആ ഭഗവാനെ കൃത്യമായിട്ട് വിളിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. അതായത് എല്ലാം അവിടുത്തിരിക്കുന്നത് വിഷ്ണുമായ തന്നെയാണ്, അവിടുത്തെ വിഷ്ണുമായ തന്നെ. ഇതിനൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞു കൊടുത്തു. വേറൊരു ഉദാഹരണമാണ് ഞാൻ പറയാറ്, ഇപ്പം അത് പറയുന്നില്ല. ഞാൻ പറഞ്ഞു കാമുകിയുടെ ഒരു ഉദാഹരണമാണ് പണ്ടൊക്കെ പറയാറ്, കേട്ടിട്ടുണ്ടായിരിക്കും പലരും. അതായത് നമ്മളൊരു വയനാട്ടിലാണ് ആൾ വന്നത്. വയനാട്ടിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചു. ഏതൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. കാശ് കൊടുക്കാണ്ട് വേറൊരു ഹോട്ടലിൽ പോയിട്ട് കഴിക്കാൻ കാശ് കൊടുക്കാൻ പറ്റുമോ? അവർ സമ്മതിക്കുമോ? ഞാൻ ഉദാഹരണം പറഞ്ഞത് മനസ്സിലായ? അതായത് നമ്മൾ കഴിച്ചോടത്താണ് കാശ് കൊടുക്കേണ്ടത്, അല്ലാണ്ട് കഴിച്ചത് ഒരു സ്ഥലത്തും പൈസ കൊടുക്കുന്നത് വേറെ സ്ഥലത്തായാൽ സമ്മതിക്കുമോ? അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെ മൂർത്തികളും. വിഷ്ണുമായ ഒന്നാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തറവാടുകൾക്ക് മാറ്റുണ്ട്. ലാലൂര് ആണെങ്കിൽ ലാലൂര് പബ്ലിക്കാണ്. ലാലൂര് എന്ന് പറഞ്ഞ ദേശമാണ്, എൻ്റെ തറവാടല്ല, തറവാട്ട് പേരല്ല ലാലൂര് എന്നുള്ളത്. ലാലൂര് പബ്ലിക്കാണ്, അതായത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ലാലൂര്. അവിടുത്തെ ലാലൂരിന് വേണ്ടിയിട്ടുള്ള ഒരു ദേവസ്ഥാനമാണത്. അല്ലാണ്ട് ആ കളരി ഈ കളരി അവരുടെ വീട്ടും പേര് തെക്കേടത്ത്, എൻ്റെ വീട്ടും പേര് തെക്കേടത്ത്, അങ്ങനെയാണെങ്കിൽ തെക്കേടത്ത് ദേവസ്ഥാനം എന്നാക്കണം. ഞാനതാക്കിയില്ല. ഞാൻ എനിക്കായിട്ടല്ല സ്വാമീനെ എല്ലാവർക്കും കൂടിയിട്ട് വീതിച്ചു കൊടുത്തിരിക്കുകയാണ് ലോകത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ലാലൂർ ദേവസ്ഥാനം എന്നുള്ള പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ആളുടെ കാര്യങ്ങൾ, അതായത് നമ്മളൊരു ഭഗവാനെ വിളിക്കണമെങ്കിൽ ആ ഭഗവാനെ മാത്രം വിളിക്കുക. ഇത് ആള് ഒഴിഞ്ഞു വെക്കണത് വേറൊരു ദേവസ്ഥാനത്തേക്കും വിളിക്കുന്നത് ലാലൂർ ദേവസ്ഥാന മൂർത്തി. എങ്ങനെ ലാലൂർ ദേവസ്ഥാന മൂർത്തി കേൾക്കുക? ലാലൂർ ദേവസ്ഥാന മൂർത്തിക്ക് ഒഴിഞ്ഞു വെച്ചിട്ട് വേറൊരു മൂർത്തിനെ വിളിച്ച ആള് കേൾക്കുമോ? കേൾക്കില്ല. അതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ജപിക്കുക. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ടും കൊടുക്കാം. 501 രൂപ ഒരാളെ 51 രൂപയ്ക്ക് ഇട്ടിട്ടുള്ള സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ ഇടാറുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടന്ന സത്യസന്ധമായിട്ട് നിങ്ങൾ 1 രൂപ അയക്കായാലും 2 രൂപ അയക്കായാലും എന്നോട് പറയുന്നതിനേക്കാളും ഉപരി വാട്സാപ്പിൽ ഇടുന്നതിനേക്കാളും ഉപരി ഞാൻ ഇത്ര രൂപ സ്വാമിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപാസകം പറഞ്ഞ ലാലൂർ ദേവസ്ഥാനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട്, എൻ്റെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നിവർത്തിച്ച് തരിക എന്നുള്ളത് പറയണം. അല്ലാണ്ട് എനിക്ക് കാശ് കിട്ടുന്നതുകൊണ്ട് കാര്യമില്ല. ഞാൻ അത് എന്തിന് ചിലവാക്കണോ എന്നുള്ളതൊക്കെ ഇവിടെ പറയണം. നിങ്ങളാണ് തന്നതെന്നുള്ളത് ഞാൻ പറയണം. അത് എന്തിനാണ് തന്നതെന്നുള്ളത് ഞാൻ സ്വാമിയോട് പറയണം. എണ്ണയ്ക്കാണ്, നെയ്യ് വിളക്കിനാണ്, നാരങ്ങമാലയ്ക്കാണെന്നുള്ളത് ഞാൻ സ്വാമിയോട് പറയണം. അത് അർപ്പിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം പോരാ, നിങ്ങളും അത് പറയണം. അപ്പോഴാണ് ആ ഒരു ഞാനാരാ, ഞാനൊരു ഗുരുനാഥെന്ന് പലരും വിളിക്കുന്നുണ്ട്. അതായത് ഗുരുസ്ഥാനം, അതായത് അറിവ് പകർന്ന് തരുന്ന ഒരാളെയാണ് ഗുരുനാഥെന്ന് വിളിക്കുക. ചിലർ തിരുമേനിന്ന് വിളിക്കും, ചിലർ പോറ്റിന്ന് വിളിക്കും, പല ഭാഷകളിൽ വിളിക്കും. അത് ഗുരുനാഥൻ എന്ന് വിളിക്കുന്നവരുണ്ട്. അപ്പോൾ അതായത് ഗുരുനാഥൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി തരുന്ന ഒരാളെയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഗുരുനാഥനായ എന്നോട് നിങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ സ്വാമിയോടും പറയണം. അപ്പോഴാണ് സ്വാമി നിങ്ങളുടെ പ്രാർത്ഥനയാണ് കേൾക്കുക. ഞാൻ പറയും ഇന്ന ആൾ ഇന്നത് തന്നിട്ടുണ്ട് കേട്ടോ, ആൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നിവർത്തിച്ച് കൊടുക്കണേ. ഞാൻ എന്നും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ സ്വാമിയുടെ അടുത്തുണ്ട്, അതുകൊണ്ടാണ്. മനസ്സിലായ? അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ലാലൂർ ദേവസ്ഥാനത്ത് നിന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് സത്യസന്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തരിക. ആ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടായിരിക്കാം ലാലൂർ ദേവസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും വേറൊരാൾക്ക് ഗുണം ചെയ്യുക. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം. ക്ഷിപ്രപ്രസാദിയായി ലാലൂരിലമരും ശ്രീ കരിങ്കുട്ടി സ്വാമി, കഷ്ടനഷ്ടങ്ങളിൽ തുണയായി മരും ശ്രീ വിഷ്ണുമായ സ്വാമി, ശ്രീ വിഷ്ണുമായ സ്വാമി.
ജപിക്കുക, സ്വാമിയിലെ എടുക്കുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും 101% സ്വാമി നടത്തി തരും. ജപിക്കേണ്ടതും സ്വാമീനെ ഭജിക്കേണ്ടതും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം എന്നാലാകുന്ന വിധം. വാട്സാപ്പിലായാലും കോൾ വിളിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പൂജ സമയത്തൊന്നും ഫോൺ എടുക്കില്ല, ഫോൺ ഉപയോഗിക്കില്ല ഞാൻ. വാട്സാപ്പിലാണ്. വാട്സാപ്പിലായാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. പെട്ടെന്ന് മറുപടി തന്നില്ലെങ്കിൽ ഞാൻ തരും, അന്ന് തന്നെ മറുപടി തരാൻ ശ്രമിക്കും. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ദേഷ്യം എന്നോട് തോന്നാതിരിക്കുക. അതായത് അറിയാലോ, ഞാൻ ഒറ്റയ്ക്കാണ്, സ്വാമി ഒറ്റയ്ക്കാണ്. താങ്ക് യു. കരിനീലിയമ്മേ ശരണം.